അണ്ടർ 20,000 സെഗ്മെന്റിലെ ബെസ്റ്റ് ഐക്യു ഫോൺ എല്ലാവരും പറയുന്ന പോലെ ഐക്യു Z10 അഥവാ വിവോ T4 ആണോ? ബിക്കോസ് ദർ ഇസ് another ഓപ്ഷൻ. ഇൻഫാക്ട് ഇവിടെ നമുക്ക് 1000 രൂപ ലാഭിക്കാനും സാധിക്കും. അറ്റ് ദ സെയിം ടൈം ചില കാര്യങ്ങളിൽ ഇത് ഐക്യു Z10നേക്കാൾ അല്പം പിന്നിലാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇതെല്ലാം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ബിൽഡ് ക്വാളിറ്റിയിൽ നിന്ന് തുടങ്ങാം. ഐക്യു Z10ന്റെ കേസിൽ നമുക്ക് മിലിറ്ററി ഗ്രേഡ് ഡ്യൂറബിലിറ്റി കിട്ടും. അതേസമയം T3 പ്രോയിൽ ഒരു പ്രീമിയം ഫീൽ കിട്ടും ബിക്കോസ് ഓഫ് വീഗൻ ലെതർ ആൻഡ് സ്ലിം ലൈറ്റ് വെയ്റ്റ് ഫോം ഫാക്ടർ. ഇനി ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ ഇവിടെ മേജർ ഡിഫറൻസ് വരുന്നത് ഇതിൻ്റെ ടൈപ്പിലാണ്. അതായത് T3 പ്രോയിൽ കേർവ്ഡ് ഡിസ്പ്ലേയും Z10ൽ ക്വാഡ് കർവ്, അതായത് 4 സൈഡ്സിലും കർവേച്ചർ ഉള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ബ്രൈറ്റ്നസ്, റെസൊല്യൂഷൻ, റീഫ്രഷ് റേറ്റ്, HDR സപ്പോർട്ട് ഇതെല്ലാം രണ്ട് ഫോണുകളിലും കാണാൻ സാധിക്കും. പക്ഷേ നല്ല മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് തരുന്നത് ഇവിടെ T3 പ്രോ ആണ്. മുന്നോട്ടെത്തുമ്പോൾ ഇതെന്തുകൊണ്ടാണെന്ന് കൃത്യമായി മനസ്സിലാകും. പെർഫോമൻസ് സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റ നോട്ടത്തിൽ രണ്ടും സെയിം ആയിട്ട് തോന്നും. എന്നാൽ ഐക്യു Z10ൽ ഉപയോഗിച്ചിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 7S Gen 3 അല്പം പിന്നിലാണ് കമ്പയർഡ് ടു സ്നാപ്ഡ്രാഗൺ 7 Gen 3 ഇൻ ടേംസ് ഓഫ് ക്ലോക്ക് സ്പീഡ്. ഓൾസോ കണക്ടിവിറ്റിയുടെ കേസിൽ 7 Gen 3 ഫാസ്റ്റർ ഡൗൺലോഡ് സ്പീഡ്സ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബട്ട് പ്രാക്ടിക്കലി സ്പീക്കിംഗ് ഈ വ്യത്യാസങ്ങൾ ഒരു ഹെവി യൂസറിനെ മാത്രമേ ബാധിക്കുന്നുള്ളൂ. നോർമൽ ഡേ ടു ഡേ യൂസിൽ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് ഓൾമോസ്റ്റ് 0 ആണ്. സോഫ്റ്റ്വെയർ നോക്കുകയാണെങ്കിൽ ഒബ്വിയസ്ലി Z10 ആണ് അഡ്വാൻറ്റേജ് ബിക്കോസ് T3 പ്രോ കഴിഞ്ഞ കൊല്ലം ഇറങ്ങിയ ഫോണാണ്. ഒരു അപ്ഡേറ്റ് ഓൾറെഡി വന്നു കഴിഞ്ഞു. സോ ബാക്കിയുള്ളത് 1+2 ഇയേഴ്സ് ആണ്. രണ്ട് ഫോണുകളും ഫൺ ടച്ച് ചോയ്സുമായിട്ടാണ് വരുന്നത്. ദെയർഫോർ സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് സെയിം ആണ്. അടുത്തതായി ഇവരുടെ ക്യാമറാസ് നമുക്ക് നോക്കാം. ബാക്കിൽ വരുന്ന മെയിൻ ക്യാമറ രണ്ടിലും സെയിം ആണ്, സോണി IMX882. നാച്ചുറലി ഇവരുടെ ഔട്ട്പുട്ടിലും കാര്യമായ വ്യത്യാസങ്ങളില്ല. ബട്ട് T3 പ്രോയിൽ അഡീഷണൽ ആയിട്ട് 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഫോർ ദ പ്രൈസ് നല്ല ഫോട്ടോസ് ഇത് ഉപയോഗിച്ച് നമുക്ക് എടുക്കാൻ സാധിക്കും. എന്നാൽ സെൽഫി ക്യാമറയിലേക്ക് വരുമ്പോൾ ഐക്യു Z10ൽ 4K റെക്കോർഡിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം 32 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ ആയിട്ട് പോലും ഡീറ്റെയിൽസ് രണ്ടിലും സെയിം ആണ്. കണക്ടിവിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ മേജർ 5G ബാൻഡ്സിന്റെ സപ്പോർട്ട് രണ്ടിലുമുണ്ട്. എന്നാൽ Z10ൽ 2 ബാൻഡുകൾ അധികം കൊടുത്തിട്ടുണ്ട്. ഒപ്പം IR ബ്ലാസ്റ്ററും കാണാൻ സാധിക്കും. അതേസമയം T3 പ്രോയിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നൽകിയിട്ടുണ്ട്. മറ്റുള്ള സ്പെസിഫിക്കേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഐക്യു Z10ൽ നമുക്ക് വലിയ ബാറ്ററി കാണാൻ സാധിക്കും. പക്ഷേ ഇത് കൊണ്ടുവരാനായിട്ട് ബ്രാൻഡ് ഒരു കോംപ്രമൈസും ചെയ്തിട്ടുണ്ട്. അത് സ്പീക്കേഴ്സിലാണ്. അതേസമയം വിവോ T3 പ്രോയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് 5500 mAh ബാറ്ററിയും ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സും ഉണ്ട്. ഒരുവിധം എല്ലാ വ്യത്യാസങ്ങളും മനസ്സിലാക്കിയ സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഏത് ഫോണിൻ്റെ കുറവുകളുമായിട്ടാണോ എളുപ്പത്തിൽ പൊരുത്തപ്പെടാൻ പറ്റുന്നത് അതായിരിക്കും നമ്മുടെ ബെസ്റ്റ് ഓപ്ഷൻ. ഇനി അതല്ല മറ്റു ബ്രാൻഡ്സിൻ്റെ ഫോണുകൾ പരിഗണിക്കാൻ തയ്യാറാണെങ്കിൽ ദർ ഇസ് എ ബെറ്റർ ഓപ്ഷൻ. അതിനെക്കുറിച്ച് അറിയാൻ താല്പര്യമുള്ളവരെ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക.